ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്നത്തെ വീഡിയോ നമ്മളെ വീട്ടിൽ ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഷേസനെയും അതിനെയും അടുത്തുള്ള ഷോപ്പിലേക്ക് ലിസ്റ്റൊക്കെ റെഡിയാക്കിയിട്ട് പറഞ്ഞയക്കുകയാണ്. കൂടെ നമ്മളുടെ ഷെയ്സും പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 2 ഈസി ആയിട്ടുള്ള റെസിപ്പിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമ്മൾ ബ്രെഡ് വെച്ചിട്ടൊരു സ്നാക്കും പിന്നെ പഴം വെച്ചിട്ടൊരു പായസം പോലൊരു സംഭവമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്രെഡ് സ്നാക്കിലേക്ക് വൈറ്റ് സോസ് റെഡിയാക്കണം, ഗാർലിക് സോസ്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ കുറേ പ്രാവശ്യം ഇതിന് മുന്നേയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാലും ജസ്റ്റ് ഞാനൊന്ന് പറയുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ 3 മുട്ടയും കുറച്ച് സൺഫ്ലവർ ഓയിലും 2-3 അല്ലി വെളുത്തുള്ളിയും കുറച്ച് വിനാഗിരിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതാ വൈറ്റ് സോസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴം വെച്ചിട്ടുള്ള സ്വീറ്റിലേക്ക് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു തേങ്ങ അടിച്ചിട്ട് അതിൻ്റെ പാലെടുക്കുകയാണ്. 1-ാം പാലും 2-ാം പാലും ആണ് ആവശ്യമുള്ളത്. ഇനി നമുക്കിവിടെ കുറച്ചധികം പഴം എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എത്ര ക്വാണ്ടിറ്റി വേണമെന്നുള്ളതിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ 1-ാം പാലും അതുപോലെ തന്നെ 2-ാം പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഷെയ് അവിടെ ബ്രെഡ് സ്നാക്കിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് പഴം കൊണ്ടുള്ള റെസിപ്പി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഴം ഒരു 1/4 ഭാഗത്തോളം വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിൽ കടന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. ഈ സമയം കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നു. ഇതിലേക്ക് ഇനി 1-ാം പാല് ചേർത്ത് കൊടുക്കുക. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. നല്ലോണം ഒന്ന് എല്ലാം യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ 1-ാം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മളുടെ പഴം പായസം അല്ലെങ്കിൽ പാൽ വാഴയ്ക്ക അത് റെഡി ആയിട്ടുണ്ട്. പാൽ വാഴയ്ക്കയിൽ നമ്മൾ സാബൂനരിയൊക്കെ ഇടും. ഇത് സാബൂനരി ഒന്നും ഇട്ടിട്ടില്ല, വെറുതെ ഒരു സ്വീറ്റായിട്ട് ഉണ്ടാക്കിയതാണ്. ഇനി അടുത്തത് നമ്മളുടെ ബ്രെഡ് കൊണ്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഗസ്റ്റ് അവർക്ക് വരാൻ എന്തോ അസൗകര്യം ഉണ്ടായിട്ട് പിന്നെ അവർ വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബ്രെഡിൻ്റെ സ്നാക്കും കൂടെ ഉണ്ടാക്കുകയാണ്. അവിടെ ചായയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ബ്രെഡിൻ്റെ സ്നാക്കിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് മുട്ടയാണ് കേട്ടോ ആവശ്യം. അപ്പം അതിനൊന്നും പ്രത്യേകിച്ച് ക്വാണ്ടിറ്റി ഒന്നുമില്ല, നമ്മൾ എത്രത്തോളം ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച്. ഞാനിപ്പോൾ ഇവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു പത്തിരി തവയാണ് എടുത്തിട്ടുള്ളത്, വലിയ പത്തിരി തവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. ഇതിൽ ബ്രെഡ് നിരത്തി വെച്ച് കൊടുക്കുക. ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജും ക്യാരറ്റും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ കുറച്ച് ഷ്രെഡ് ചെയ്ത ചിക്കൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഇതിന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, വെജിറ്റബിൾസ് മാത്രം മതി. എന്നിട്ട് കുറച്ചും കൂടെ വൈറ്റ് സോസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഒറ്റയ്ക്ക് ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കാനും പറ്റും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കഫേയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു സ്റ്റൈലിൽ സെർവ് ചെയ്യാന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയതാണ്. അതുമല്ല നമുക്ക് നല്ലോണം ടൈം സേവ് ചെയ്യാനും പറ്റും. നമുക്ക് നോമ്പ് സമയങ്ങളിലൊക്കെ ഇങ്ങനത്തെ ഈ സ്നാക്കുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് വലിയൊരു ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് മുകളിൽ കുറച്ചും കൂടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് സോസും അതുപോലെ തന്നെ കെച്ചപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇനി ഇതിന് മുകളിൽ കുറച്ച് കെച്ചപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ 2 റെസിപ്പിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ള 2 റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇത് ഇന്ന് ഗസ്റ്റ് വരുന്നില്ലെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ പിന്നെ ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അവർ വന്നതുമില്ല, എന്നാൽ പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനി ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം എനിക്കും ഷെയ്ക്കും ഒക്കെ വേറെ വേറെ കല്യാണങ്ങളുണ്ട് കേട്ടോ. 2 പേർക്കും 2 സ്ഥലങ്ങളിലായിട്ടാണ്. അപ്പോൾ ഷെയ്ൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്നാണ് കല്യാണത്തിന് പോണത്. അപ്പോൾ മനു അവരുടെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇറങ്ങി. അപ്പം ഞങ്ങൾക്ക് കോട്ടക്കലാണ് കേട്ടോ കല്യാണം. അപ്പോൾ നമ്മൾ മഗ്‌രിബൊക്കെ നിസ്കരിച്ചതിന് ശേഷമാണ് പോയത്. അസ്കർക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ പോകുന്ന വഴിയിലാണ് എൻ്റെ ഉമ്മാൻ്റെ വീട് കേട്ടോ. അപ്പം അവിടെ ഒന്ന് കയറാനുണ്ടായിരുന്നു. അടുത്ത് തന്നെയാണ്. അപ്പം ഉമ്മാൻ്റെ ഇളയമ്മക്ക് സുഖമില്ലായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് കയറിയിട്ട് കണ്ടതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്.
ഷേസ് അവിടെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ അടുത്ത് ഗിറ്റാറുണ്ട്, അപ്പോൾ അതൊന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഉക്കുലേലി ഗിറ്റാർ അതിലൊക്കെ ഭയങ്കര ക്രേസാണ് ഇപ്പോൾ. അപ്പോൾ ഇനി ഗിറ്റാർ വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പം അത് കണ്ടപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളുടെ ഒരു കുട്ടി ഫാനാണ് കേട്ടോ. അപ്പോൾ അവൾ ഞാനില്ലാത്ത സമയത്തൊക്കെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഷബ്ന ഹാസ്കർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പറച്ചിലൊക്കെ പറയുമെന്ന് പറഞ്ഞ്. പക്ഷെ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര നാണം. അപ്പോൾ ഇളയമാൻ്റെ അനിയത്തിൻ്റെ പേരക്കുട്ടിയാണത്. അപ്പോൾ അവൾ ഇതാ അപ്പോൾ എൻ്റെ വീഡിയോ അവിടെ ടി വിയിൽ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കണ്ടിരിക്കുകയാണ്. ഇതാണ് ഉമ്മാൻ്റെ അനിയത്തി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കല്യാണം നമ്മളുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ അവിടെയാണ് കേട്ടോ. സബ്സ്ക്രൈബർ എന്ന് പറയുമ്പോൾ കുറേ മുന്നേ പരിചയപ്പെട്ടതാണ്. അപ്പോൾ അവരുടെ ഉമ്മയൊക്കെ നമ്മളുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അപ്പോൾ നമ്മളെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പറയുന്ന കല്യാണങ്ങൾക്കൊക്കെ പോകാറൊക്കെ ഉണ്ട്. നമുക്ക് കഴിയുന്നതാണെങ്കിൽ പോകാറുണ്ട്. ചിലരൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പം കഴിയുന്നതാണെങ്കിൽ നമ്മൾ പോവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഒന്നും അങ്ങനെ പോകാനൊന്നും കഴിയൂലല്ലോ. അപ്പോൾ ഇത് നമുക്ക് സമയവും അവസരമൊക്കെ ഒത്തു വന്നു കഴിഞ്ഞപ്പം നമ്മൾ പോയി. അപ്പോൾ ഇതാ കോട്ടയ്ക്കൽ പുതുപ്പറമ്പ് ഡയമണ്ട് ഓഡിറ്റോറിയത്തിലാണ് കല്യാണം. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലുലും അവരുടെ ഉമ്മയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഫസ്റ്റ് ടൈം കാണാണ്, സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മളുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളെയൊക്കെ കണ്ടതിൽ എനിക്കും നല്ല സന്തോഷം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ഇപ്പോൾ ഇതാ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കല്യാണമൊക്കെ കൂടി ഇപ്പോൾ ഇതാ തിരിച്ച് പോവാണ്. അപ്പം തിരിച്ചു പോകുമ്പോൾ ഇത് അടുത്ത ദിവസം എടുത്ത കുറച്ച് വൈകുന്നേരം എടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഇന്നാൾ വാങ്ങിച്ചിട്ടുള്ള പ്ലാന്റ്സൊക്കെ ഒന്ന് വെക്കുന്നതൊക്കെ വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു. അപ്പോൾ ഏതാ ഉമ്മ ഇവിടെ കോവക്ക വള്ളി മുകളിലേക്ക് പടർന്നു പോയിട്ട് അതൊക്കെ വലിച്ച് ശരിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളുടെ ചാമ്പക്ക മരത്തിൽ കുറേ ചാമ്പക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 3-4 പ്രാവശ്യമായിട്ട് ഉണ്ടാവാറുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മുന്നേ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും അതിൻ്റെ സ്ഥാനത്ത് വെക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ആസ്കർക്കാർക്ക് ഒഴിവിട്ടഞ്ഞിട്ടാണ് കുറച്ച് മുകളിലായിട്ട് കാർ ഷെഡിൻ്റെ അവിടെയാണ് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഈറുമ്പ കയറിലാണ് അത് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു ചെയിന് വാങ്ങിച്ചിട്ട്, ഹുക്കൊക്കെ ഉള്ള ചെയിന് വാങ്ങിച്ചിട്ട് ഹാങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിന്നതായിരുന്നു. അപ്പോൾ ആ ഒരു ഹുക്കൊക്കെ ഈ പ്ലാന്റിൻ്റെ ഇതിൽ പിടിപ്പിക്കുകയാണ്.
ഇപ്പോൾ ഈ ഒരു ചെയിനിൽ ഹാങ് ചെയ്തിട്ടുണ്ട്. ഈർമ്പയിലാകുമ്പോൾ കാണാനൊരു ഭംഗിയില്ലല്ലോ. അപ്പം എല്ലാ ഹാങ്ങിങ് പ്ലാന്റ്സും ഈ ഒരു ചെയിനിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എല്ലാം തൽക്കാലത്തിന് ഇവിടേക്ക് തന്നെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കുകയാണ്. ഹാങ്ങിങ് പ്ലാന്റ്സ് ആയതുകൊണ്ട് നിലത്തൊന്നും വെക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ ഇനി ഈ ഒരു ടർട്ടിൽ വൈനിലും നമ്മൾ ഈ ഒരു ഈർമ്പ മാറ്റിയിട്ട് ചെയിൻ വെച്ച് കൊടുക്കണം. അപ്പോൾ ആസ്കർക്ക് ഇന്ന് നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആസ്കർക്ക് ലേറ്റ് ആയിട്ടാട്ടോ വന്നത്. അപ്പോൾ ഇതിൻ്റെ ചെയിനൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റി വെച്ചു എന്ന് മാത്രം. പിന്നെ ഈ 2 പ്ലാന്റ്സും ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇത് പിന്നെ ഇങ്ങനെ നിലത്ത് വെക്കാൻ പറ്റും, പ്ലാന്റ് ഹാങ് ചെയ്ത് കിടക്കാത്തതുകൊണ്ട്. പിന്നെ ഈ ഒരു ടർട്ടിൽ വൈനിലും നമുക്ക് ചെയിൻ ഹാങ് ചെയ്ത് വെക്കണം. അപ്പോൾ ഒരു പേടി, ഉള്ളിൽ വല്ല ഇഴജന്തുക്കളും ഉണ്ടോ എന്നുള്ളത്. ഒരു വീഡിയോ ഇതിന് മുന്നേ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഇതിൻ്റെ ഉള്ളിൽ പാമ്പൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് പിന്നെ കൈയൊക്കെ അതിനുള്ളിൽ വെക്കാമെന്ന് വിചാരിച്ചു. പ്ലാന്റ്സൊക്കെ റീഅറേഞ്ച് ചെയ്യാനും അങ്ങനെയുള്ള കുറേ പണികളുണ്ട്. നോമ്പിന് മുന്നേ അതൊക്കെ ചെയ്തു വെക്കണം വിചാരിക്കുന്നുണ്ട്. നോമ്പിന് നമുക്ക് ഇതിലൊന്നും പണിയെടുത്ത് നിൽക്കാനെന്നുള്ളൊരു സമയമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് പ്ലാന്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം വിചാരിക്കുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ വീഡിയോ എടുത്തിട്ട് നിങ്ങളെയും കൂടെ കാണിക്കാം. അപ്പോൾ ഈ 2 പ്ലാന്റിലും കൂടെ ആ ഒരു ചെയിൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 6 ഹാങ്ങിങ് പ്ലാന്റ്സാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് ചെയിൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. ഞാൻ കുറച്ചും കൂടെ പ്ലാന്റിൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല, ആസ്കർക്ക് വന്നതുമില്ല. അപ്പോൾ പിന്നെ പ്ലാന്റ് ഹാങ് ചെയ്യണവും കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ചെടികളൊക്കെ ഒന്ന് നനക്കാനും കൂടെ ഉള്ളൂ. പിന്നെ കൂടുതലായിട്ട് പ്ലാന്റിൻ്റെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റു വീഡിയോസൊക്കെ ആയിട്ട് വരണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.